NDA ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ്. ആ റിസൾട്ടും അതിനോട് അനുബന്ധിച്ച് വരുന്ന പ്രോബ്ലംസും NDAക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതും ട്രിഗണോമെട്രി എന്നൊക്കെ വളരെ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. നമുക്ക് നല്ല വെയിറ്റേജ് ഉള്ള കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട് NDAക്ക് വേണ്ടി വരുമ്പോൾ. അതിനെയൊക്കെ നിങ്ങളൊന്ന് കൃത്യമായിട്ട് അറിഞ്ഞ് പഠിച്ചാൽ അതിനുള്ളിൽ നിന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ കൂടെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഉദാഹരണമാണ് ട്രിഗണോമെട്രി. ഈ ട്രിഗണോമെട്രി പഠിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ +1 പഠിച്ച് അല്ലെങ്കിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രി +2 പഠിച്ചു. ഞാനിപ്പോൾ +1 കാര്യം പറയുവാണെങ്കിൽ, ആ +1 പഠിച്ചതുകൊണ്ട് മാത്രം പോരാ എന്നുള്ളതാണ്. നമുക്ക് അതിനുള്ളിലുള്ള ആ കൺസെപ്റ്റ് വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടാതെ നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ കുറേ കാര്യങ്ങളൂടെ പഠിക്കാനുണ്ട്. അതിൻ്റെ പേര് തന്നെ ഒന്ന് ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസസും രണ്ടാമത്തെ സൊല്യൂഷൻ ഓഫ് ട്രയാങ്കിൾസ് എന്നുമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസുകളുള്ളതാണ്. അപ്പോൾ അതിനുള്ളിലൊക്കെ ഉപയോഗിക്കുന്ന വളരെ ഇമ്പോർട്ടൻറ്റും അതിനുള്ളിൽ കൂടാതെയും ഉപയോഗിക്കുന്ന 2 റിസൾട്ടാണ് ഞാനിപ്പോൾ ബോർഡ് എഴുതിയിരിക്കുന്നത്. 1 - cos θ ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ θ എന്ന് കണ്ടാൽ ആൻസർ ആരാണ്? tan θ/2. അപ്പോൾ നിങ്ങളുടെ വിചാരം ഇങ്ങനെ അങ്ങ് ക്വസ്റ്റ്യൻ ചോദിക്കുമോ എന്നല്ല, ഇതൊരു റിസൾട്ടാണ്. ഇതിനെ ബേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണെന്നുകൂടെ പഠിച്ചിരിക്കണം. ഇപ്പോൾ 1 - cos θ ബൈ സൈൻ θ എന്നുള്ളത് tan θ/2 ആകുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ? 1 - cos θ എന്ന് കണ്ടാൽ അത് 2 sin square θ/2 എന്നാണ്. ഓക്കെ, ഡിനോമിനേറ്റർ കിടക്കുന്ന സൈൻ θ കണ്ടു കഴിഞ്ഞാൽ ഒരാളും പറയത്തില്ല എന്തെങ്കിലും എഴുതാൻ പറ്റുന്നു. സൈൻ θയ്ക്ക് ഇനി എന്തോ എഴുതാനല്ലേ? ഒന്നും എഴുതാനില്ല. ഉണ്ട് മോനെ, സൈൻ θയ്ക്ക് പകരം 2 sin θ/2 cos θ/2 എന്ന് എഴുതാം. ഓക്കെ, സബ് മൾട്ടിപ്പിൾ ആംഗിൾസ്. അങ്ങനെ എഴുതുമ്പോൾ 2ഉം 2ഉം വേണ്ട വെട്ടിപ്പോയി. സൈൻ സ്ക്വയർ, ഇത് സൈൻ, ഒരു സൈൻ വെട്ടിപ്പോയി, ബാക്കി ഒരു സൈൻ θ/2 ഉണ്ട്. ഇവിടെ ഒരു cos θ/2 ഉണ്ട്. സൈൻ θ/2 ബൈ cos θ/2 ബിക്കംസ് tan θ/2. ഓക്കെ, അപ്പോൾ നമ്മുടെ എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ചെറുതെന്ന് കാണിക്കാം. ഇപ്പോൾ ഒരാൾ ചോദിക്കുക 1 - cos 10x ഡിവൈഡഡ് ബൈ സൈൻ 10x. ഓപ്ഷൻസ് കാണും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളൊരു എൻട്രൻസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ 1 - cos 10x ഞാനിത് എന്തോ ചെയ്യാനല്ലേ? നമ്മളാകെ 2x-ഉം 3x-ഉം ഒക്കെയാണ്, അല്ലെങ്കിൽ 4x വരെ പഠിച്ചിട്ടുള്ളൂ അല്ലേ? അപ്പോൾ 1 - cos 10x ഡിവൈഡ് ബൈ സൈൻ 10x. അപ്പോൾ ഈ തീറ്റയുടെ പ്ലേസിലാണ് ഇവിടെ ഈ 10xകൾ വന്നേക്കുന്നത് അല്ലേ? അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ എത്രയാണ്? tan ആരെന്ന θ/2. അതാണ് tan θ/2. അപ്പോൾ ഇവിടെ 2 തീറ്റ വന്നപ്പോൾ ഇവിടെ വന്നേക്കുന്നത് എന്താണ്? അതിൻ്റെ പകുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ആ തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ 10x ആണ്. അപ്പോൾ ആൻസർ വരുമ്പോൾ tan θ/2 എന്ന് പറയുമ്പോൾ tan ഓഫ് 10x/2 ആൻസർ ഈസ് tan 5x. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് tan 5x കാണും, cot 5x കാണും, tan 10x കാണും, cot 10x കാണും. നമുക്കിതെല്ലാം കൂടെ കാണുമ്പോൾ ആകെ കൺഫ്യൂഷനാണ്. അപ്പോൾ കൃത്യമായിട്ട് റിസൾട്ട് അറിയാവുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊരു ക്വസ്റ്റ്യനോടെ ഞാൻ കാണിക്കാം. ഇപ്പോൾ 1 - cos 120 ഡിവൈഡഡ് ബൈ സൈൻ 120. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ മെത്തേഡൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ cos 120 കണ്ടുപിടിക്കണം, സൈൻ 120 കണ്ടുപിടിക്കണം. 120 എവിടെ നിന്ന് പോയി കണ്ടുപിടിക്കാനാണ്? ആകെ അറിയാവുന്നത് 30ഉം 45ഉം 60ഉം ഒക്കെയാണ്. 120ൻ്റെ വാല്യൂ വല്ലതും അറിയാമോ? പിന്നെ നമ്മൾ റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യണം. അത് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ റിസൾട്ട് അറിയണം. അപ്പോൾ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പം നടക്കുന്ന കാര്യം ഇതാണ് പറയാൻ പോകുന്നത്. നോക്കണം. അപ്പോൾ ഈ തീറ്റ കാണുന്ന രണ്ടിടത്തും 120 ഉണ്ടോ? 1 - cos 120 ബൈ സൈൻ 120. അപ്പോൾ ഈ തീറ്റയാണ് ഇവിടെ 120 അല്ലേ? അപ്പോൾ ആൻസർ tan ആരെന്നാണ്? θ/2. അപ്പോൾ ഇവിടെ തീറ്റ എത്ര? 120. അപ്പോൾ 120/2 tan 120/2. ആൻസർ എന്തായിട്ട് കിട്ടും? 120/2 60. അപ്പോൾ ആൻസർ ആരെന്നായി? tan 60 എന്നായി. 120/2 60. tan 60യുടെ വാല്യൂ എല്ലാവർക്കും അറിയാം, √3. ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് അറിയാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നത് ശരിയാണ്. നമ്മളിത് കണ്ടില്ലെങ്കിൽ, ഈ മെത്തേഡ് പഠിച്ചില്ലെങ്കിൽ ഇതിനെ അറിയാൻ വയ്യ. അറിയാമെങ്കിൽ തന്നെ ഒത്തിരി സമയമെടുക്കും. ഇവിടെ എൻട്രൻസിന് നമുക്ക് സമയമുണ്ടോ? വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വേണം പഠിക്കാൻ. ക്ലിയർ ആയല്ലോ? ഇതിൻ്റെയൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാനൊന്ന് ചെറുതായിട്ട് കാണിച്ചതാണ്. ഈ ചെറുതും തുടങ്ങി വേണം വലുതിലുള്ള പ്രോബ്ലംസിൽ എത്താൻ. അപ്പോൾ ഇവൻ ഓക്കെ ആണെന്ന് വെച്ചുകൊണ്ട് അടുത്തിലോട്ട് പോവാണ്. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂടെ പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൂടെയുള്ള ക്ലാസ്, അതിനോടനുബന്ധിച്ചുള്ള നോട്ട്സ് അതും കിട്ടും. നമ്മൾ തന്നെ തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുള്ള ഒരു ബുക്കിലെറ്റൂടെ തരുന്നുണ്ട്. നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസുകൾ കവർ ചെയ്യാൻ പറ്റും. പിന്നെ NDAക്ക് വേണ്ട സ്പെഷ്യൽ
നമുക്ക് ടോപ്പിക്സ് ഉണ്ട്, അതിൻ്റെയും ക്ലാസ് തരുന്നുണ്ട്. ഓക്കെ, അതിനിപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യാം. മാക്സിമം നിങ്ങൾക്ക് എല്ലാ രീതിയിൽ കൂടെയും മനസ്സിലാവുന്ന രീതിയാണെങ്കിൽ എല്ലാം പ്രയോജനപ്പെടുന്ന രീതിയിൽ കൂടെ ആയിരിക്കും, എല്ലാ ഇൻസ്ട്രക്ഷൻസും തന്നായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ജോയിൻ ചെയ്യുന്ന നമ്മുടെ നമ്പർ 98467085 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജോ ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 - cos θ by 1 + cos θ. ആൻസർ നോക്കിക്കേ, tan square θ/2. അതിൻ്റെ റീസൺ നോക്കിക്കോ. 1 - cos θ എന്ന് പറഞ്ഞാൽ 2 sin square θ/2 ആണ്. 1 + cos θ 2 cos square θ/2 ആണ്. 2 ക്യാൻസലായി. sin by cos tan ആണ്. അപ്പോൾ sin square by cos square becomes tan square θ/2. ദാറ്റ്സ് ഓൾ. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതിൻ്റെയും ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഇപ്പോൾ 1 - cos 20x ഡിവൈഡഡ് ബൈ 1 + cos 20x ഇങ്ങനെ വന്നു. അപ്പോൾ ഈ തീറ്റ രണ്ടും 20x ആയി. നമുക്കെന്നാ 20 അല്ല 200 അല്ല 2000 ആണെങ്കിൽ നമുക്ക് ഇനിയും പ്രോബ്ലം ഇല്ല. ആൻസർ എഴുതുമ്പോൾ tan square θ/2. ഇവിടെ തീറ്റകൾ വന്നപ്പോൾ അതിൻ്റെ പകുതി. അപ്പോൾ ഇവിടെ തീറ്റകൾ എത്രയാണ്? 20x. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ 10x കഴിഞ്ഞു. ആൻസർ എത്ര? tan square 10x. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇവിടെയും വരാം. 1 - cos 120 ഡിവൈഡഡ് ബൈ 1 + cos 120. ഈ തീറ്റകൾ രണ്ടും 120 ആയി. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ tan square θ/2. അപ്പോൾ 120/2 എത്ര? 60. tan square 60. വാട്ട് ഈസ് tan square 60? tan 60 the whole square. tan 60 എത്ര? √3. √3 the whole square. ആൻസർ ഈസ് എത്രയാണ്? 3. കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനൊക്കെ ചെയ്തത് മനസ്സിലാവുന്നുണ്ടോ നോക്കണം. അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ കാര്യം പറയുന്നതും അതിനോടനുബന്ധിക്കുന്ന ക്വസ്റ്റ്യൻസും ആ റിസൾട്ടും ഒക്കെ ചേരുന്നുണ്ടോ നോക്കണം. കെമിസ്ട്രി അതാണ് കേട്ടോ. ഇതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാമെന്ന് ഉറപ്പിക്കാം. ഇത് മനസ്സിലായി, ഈ റിസൾട്ടും അതിനോടുള്ള പ്രോബ്ലവും മനസ്സിലായെങ്കിൽ ഉറപ്പിച്ച് പഠിക്കാം. ഓക്കെ, ഇത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് മറക്കാവുന്ന ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക. ഗുഡ് ബൈ.